ഹലോ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് അബുദാബിയിലെ കണ്ടൽക്കാട് എന്നറിയപ്പെടുന്ന അൽഫുർജ് ഫോറസ്റ്റിലാണ്. ഇവിടുത്തെ ബീച്ചും ഇവിടുത്തെ സീനറികളും എല്ലാം കാണാൻ ഭയങ്കര രസമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമന്റും ഷെയറും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ കാടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിവിടെ അറേബ്യൻ ഓറിക്സും റെഡ് ഡിയേഴ്സിനെയൊക്കെ നമുക്ക് ഇവിടെ ഒരുപാട് കാണാൻ പറ്റുന്നതാണ്. 300 ഏക്കർ നിൽക്കുന്ന ഈ ഫോറസ്റ്റ് എന്നുള്ള ഒരു മേൻമേഡ് ഫോറസ്റ്റ് എന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? എന്നാൽ അതാണ് അതിന്റെ സത്യാവസ്ഥ. ഇതൊരു ട്രഡീഷണൽ ഫോറസ്റ്റ് അല്ല. UAE ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് നമുക്ക് വന്ന് കാണാൻ പറ്റിയ നല്ലൊരു ഫോറസ്റ്റ് ഏരിയയാണിത്. അബുദാബിക്കും ദുബായിക്കും മധ്യമുള്ള ഈ ലൊക്കേഷനിൽ എത്താനായിട്ട് അബുദാബിയിൽ നിന്നും ദുബായിൽ നിന്നും 30 മിനിറ്റ് യാത്രയാണ് ഉള്ളത്. ഫ്രീ എൻട്രി ആയിട്ടുള്ള ഈ അൽഫോർജൻ ഫോറസ്റ്റിന്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തേക്കാം. നമ്മൾ എൻ്റർ ആകുമ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഒരു നാച്ചുറൽ ആയിട്ടൊരു നല്ലൊരു ആംബിയൻസ് നമുക്ക് അവിടെ ഫീൽ ചെയ്യും. അതുപോലെ നമ്മൾ പോയത് ഈവനിങ് ടൈം ആയതുകൊണ്ട് നമുക്ക് അവിടെ സൺസെറ്റ് കാണാൻ പറ്റി. അതുപോലെ ഈ മാനുകളൊക്കെ നമുക്ക് അപ്പോഴും കാണാൻ പറ്റും. ഉച്ച സമയത്തൊക്കെ പോകുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ മാനുകളൊന്നും നേരെ കാണാൻ പറ്റിയെന്ന് വരത്തില്ല. കാരണം ഇതെല്ലാം കാട്ടിനുള്ളിലോട്ട് പോകും ചൂടായതുകൊണ്ട്. കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നത് കാണാൻ പറ്റും. അതൊരു VIP റെസിഡൻഷ്യൽ ഏരിയ ആക്കാനുള്ള ഒരു പ്രോജക്റ്റിന്റെ പദ്ധതിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബീച്ചുമായിട്ട് ചേർന്ന് ഒരു ആർട്ടിഫിഷ്യൽ തടാകം അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ ഫോറസ്റ്റിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഇവിടുത്തെ സീനറി എല്ലാം കണ്ട് നേരെ ബീച്ചിലോട്ട് പോകാനുള്ള വഴിമധ്യയാണ്. ബീച്ചിലോട്ട് പോകുമ്പോൾ രണ്ട് സൈഡും റോഡ് രണ്ട് സൈഡായിട്ട് നല്ല പച്ചപ്പാർന്ന മരങ്ങൾ അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം 5:45 ആയിട്ടേ ഉള്ളൂ. എന്നാൽ പോലും പെട്ടെന്ന് ഇരുട്ടുന്നുണ്ട്. കാരണം UAE കാലാവസ്ഥ അനുസരിച്ചിട്ട് ഇപ്പോൾ പെട്ടെന്ന് ഇരുട്ട് വീഴുന്നുണ്ട്. അങ്ങനെ നമ്മൾ നേരെ ബീച്ചിലോട്ട് എത്തിക്കഴിഞ്ഞു. ഇവിടെ അത്യാവശ്യം നല്ല പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിവിടെ പാർക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഇംഖാൻ എന്ന് പറയുന്ന ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ അകത്തുകൂടെ വേണം നമുക്ക് ബീച്ച് സൈഡിലോട്ട് പോകാനായിട്ട്. നമ്മുടെ ബീച്ച് സൈഡിൽ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ഡയലോഗ് എന്നൊരു കഫിറ്റീരിയ ഉണ്ട്. ആ കഫിറ്റീരിയ പാസ് ചെയ്ത് വേണം ബീച്ചിലോട്ട് പോകാനുള്ളത്. ആ കഫിറ്റീരിയ ഫ്രണ്ടിൽ അലങ്കരിച്ചിരിക്കുന്ന ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇതാണ് ബീച്ചിന് ചുറ്റുമുള്ള ഒരു വിഷൻ എന്ന് പറയുന്നത്. ഇത് കാണുന്നത് ലക്ഷറി റെസ്റ്റോറൻ്റ് ആണ്. ഇവിടുത്തെ പ്രൈവറ്റ് ആൾക്കാർക്ക് വേണ്ടിയുള്ളത്. നമുക്ക് ഈ കാണുന്ന റെസ്റ്റോറൻറ്റ് നമുക്ക് ഇന്ന് കാപ്പിയാ കുടിക്കാവുന്നതാണ്. ഇതാണ് ഡയലോഗ് കഫിറ്റേരിയ. ഈ ലൊക്കേഷന് വരാനായിട്ട് നമ്മൾ ഡയലോഗ് കഫിറ്റേരിയ എന്ന് അടിച്ചാൽ മതി. അൽജറൂഫ് പാർക്ക് എന്ന് അടിച്ചാൽ അല്ലെങ്കിൽ ഫോറസ്റ്റിനോ ചിലപ്പം കിട്ടണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയലോഗ് കഫിറ്റേരിയ നമ്മൾ ലൊക്കേഷനിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഈ ലൊക്കേഷനിൽ എത്താവുന്നതാണ്. ഇച്ചിരിയോടെ നേരത്തെ വന്നതിൽ നമുക്ക് നല്ലൊരു സൺസെറ്റ് ഇവിടെ കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ നമുക്കത് മിസ്സായി പോയി. നിങ്ങൾ വരുമ്പോൾ ഇച്ചിരി നേരത്തെ വരിക. അപ്പോഴേ സൺസെറ്റെല്ലാം നല്ല വൃത്തിയായി കാണാൻ പറ്റും. ഇവിടുത്തെ ആൾക്കാർ തന്നെ ഇവിടെ ഒരു ക്യാമ്പിംഗ് പോലെ ചെറിയ ടെന്റ് ഒക്കെ കെട്ടിയിട്ട് ബീച്ച് സൈഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ചു നേരം ബീച്ച് സൈഡിലോട്ട് ടൈം സ്പെൻഡ് ചെയ്തതിനു ശേഷം നേരെ നമ്മൾ പോയത് ഡയലോഗ് കഫിറ്റേരിയയിലാണ്. അവിടെ ചെന്ന് നല്ല കോൾഡ് കോഫി കുടിച്ചു. അവിടെ നേരെ കുറച്ച് സ്നാക്സും കഴിച്ചതിന് ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുക്കാൻ പറ്റിയ നല്ല ലൈറ്റ് അറേഞ്ച്മെന്റ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. ഈ ലൊക്കേഷൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കൊരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം നോക്കി മാത്രം വന്നാൽ മതി. ഒരു 1 ഡേ ഫുള്ള് നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ആക്ടിവിറ്റികളോ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇവിടെ ഞാൻ കണ്ടില്ല. ഇനിയിപ്പം പുതിയ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നതുകൊണ്ട് ഇനി ഭാവിയിൽ വരാം. എന്തായാലും ഞങ്ങൾ ലൈറ്റായിട്ടുള്ള ഒരു ഫുഡൊക്കെ കഴിഞ്ഞ് നേരെ പുറത്തോട്ട് ഇറങ്ങുകയാണ്. നിങ്ങൾക്ക് എൻ്റെ മിനി വ്ളോഗ് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഒരു പ്രത്യേകത പറയാനുള്ളത്, ഈ കാട്ടിനകത്തൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ഫീലാണ് നമുക്കുണ്ടാകുന്നത്. അത് ഈ പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ നൈറ്റ് റൈഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ കാട്ടിനകത്തുള്ള യാത്രയും അവർക്ക് ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയെ പുതിയൊരു ലൊക്കേഷനിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ്, വിഷ്ണു.